ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പെർത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. രണ്ടാം ഇന്നിംഗ്സിൽ 487-6 എന്ന നിലയിൽ ടീം ഇന്ത്യ ഡിക്ലെയർ ചെയ്തതോടുകൂടി ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം 534 റൺസായി മാറിയിരിക്കുകയാണ്. ആദ്യ ടെസ്റ്റിന്റെ ഡേ 3യുടെ ഒരു സമഗ്രമായ ചിത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന IPL ഓപ്ഷൻ അപ്ഡേറ്റ് ഉൾപ്പെടെ എല്ലാ വാർത്തകളും ഏറ്റവും വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. പെർത്തിൽ ടീം ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഒന്നാം വിക്കറ്റ് പാർട്ട്ണർഷിപ്പാണ് രാഹുലും ജയ്സ്വാളും ചേർന്ന് ഇന്ന് സമ്മാനിച്ചത്. തന്റെ ആദ്യ സെഞ്ചുറി നേട്ടമാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ന് ജയ്സ്വാൾ സ്വന്തമാക്കിയത്. 297 പന്തുകൾ നേരിട്ട ജയ്സ്വാൾ 15 ഫോറും 3 സിക്സറുകളും സഹിതം 161 റൺസാണ് തന്റെ അക്കൗണ്ടിലേക്ക് നേടിയത്. ജയ്സ്വാളിന് മികച്ച പിന്തുണയുമായി KL രാഹുൽ 77 റൺസാണ് നേടിയത്. ആദ്യം രാഹുലിന് നഷ്ടമായ ടീം ഇന്ത്യക്ക് വേണ്ടി പിന്നീടെത്തിയ ദേവദത്ത് പടിക്കലും മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ദുഷ്കരമായ സാഹചര്യത്തിൽ 71 പന്തുകളിൽ നിന്നും 25 റൺസാണ് പടിക്കൽ നേടിയത്. പിന്നീട് ഋഷഭ് പന്തും ധ്രുവ് ജുറലും നിരാശപ്പെടുത്തിയപ്പോൾ ആ പഴയ വിരാട് കോഹ്ലിയെ തന്നെയാണ് ഇന്ന് വീണ്ടും കാണാനായി സാധിച്ചത്. വാഷിംഗ്ടൺ സുന്ദറിനെയും പിന്നീട് വന്ന നിതീഷ് കുമാർ റെഡ്ഡിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് കോഹ്ലി ചരിത്രം തിരുത്തിയ സെഞ്ചുറിയിലേക്ക് തന്നെയാണ് ഇന്ന് നീങ്ങിയത്. ഓസ്ട്രേലിയൻ ടീമിനെതിരെ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്നുള്ള റെക്കോർഡാണ് ഇന്നത്തെ സെഞ്ചുറിയിലൂടെ കോഹ്ലി സ്വന്തമാക്കിയത്. 143 പന്തിൽ 8 ഫോറും 2 സിക്സറുകളും സഹിതമാണ് കോഹ്ലി 100 റൺസ് നേടിയത്. കോഹ്ലി സെഞ്ചുറി നേട്ടം പൂർത്തിയാക്കിയതോടുകൂടി ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാനായി ബുംറ ആവശ്യപ്പെടുകയായിരുന്നു. ചരിത്രം തിരുത്തിയ ലീഡ് തന്നെയാണ് പെർത്തിൽ ഇപ്പോൾ ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ആവേശകരമായ ഒരു ടെസ്റ്റ് വിജയം നാളെ ടീം ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.